ടീച്ചറെ, ചിലപ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പുകളും വെല്ലുവിളികളും നേരിടേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ടീച്ചറെ നേടാൻ വേണ്ടി എന്ത് ഫേസ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ടീച്ചർ എന്താണ് മനസ്സുറക്കാൻ മടിക്കുന്നേ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇനി ഇതും പറഞ്ഞ് മാഷന്റെ പിന്നാലെ വരരുത് പ്ലീസ്. നീ എന്താ ഇവിടെ? ഞാൻ നിന്നൊന്ന് കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്തിന്? എനിക്ക് നിന്നിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങള്? അതൊക്കെ പറയാം. റാണിയാ? എടുക്ക്. ആ റാണി പറയേ. ചേച്ചി, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഏട്ടൻ. നീ വിഷമിക്കണ്ട, എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഗിരിയേട്ടൻ എന്ത് അബദ്ധമാണ് കാണിക്കാൻ പോന്നെ? പാറു, ഞങ്ങൾ പറഞ്ഞാലൊന്നും ഗിരിയേട്ടൻ കേക്കില്ല. പക്ഷെ നീ പറഞ്ഞ കേക്കും. നിനക്ക് ഗിരിയേട്ടനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനാവും. എന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഗിരിയേട്ടൻ ആ കട ഒരിക്കലും പണയപ്പെടുത്താൻ പാടില്ല. എനിക്ക് വേണ്ടി അത് പണയപ്പെടുത്തിയിട്ട് നാളെ നമ്മുടെ കടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഗിരിയേട്ടനും എന്റെ അനിയത്തിമാരും എത്തിച്ചെലവിന് നിവൃത്തിയില്ലാതെ ദുരിതത്തിലാവും. അതൊന്നും കാണാൻ എനിക്കാവില്ല. നമ്മുടെ കട പണയപ്പെടുത്തിയിട്ട് എനിക്കൊരു കല്യാണം വേണ്ട. പാറു, നീ ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. നീ ഇടപെട്ട് ഗിരിയേട്ടനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. നീ സമാധാനപ്പെട്. ഗിരിയേട്ടൻ കട പണയപ്പെടുത്തില്ല. അത് ഞാൻ നോക്കിക്കോളാം. പോട്ടെ. എന്താ ഗിരി, പണത്തിന് ഇപ്പൊ ഇത്ര അത്യാവശ്യം? മൂത്ത പെങ്ങളുടെ കല്യാണമാണ്, കുറച്ചൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഗിരി എത്രയാ ഉദ്ദേശിക്കുന്നേ? എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാ, സജീവേ, എഗ്രിമെന്റ് എഴുതാനുള്ള മുദ്രപത്രം എടുത്തു വെച്ചോ. ഒരു മിനിറ്റ്. ഹലോ മണി, താൻ പറഞ്ഞതുപോലെ ഗിരി ആധാരമായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഗിരി ആധാരം അവിടെ അടവ് വെച്ച ഉടൻ തന്നെ ആ ആധാരം പടനിലത്ത് പത്മനാഭ മുതലാട് കൈകളിൽ എത്തിയിരിക്കണം. അതേറ്റു. ഗിരി പോയി കഴിഞ്ഞാൽ ഉടനെ ആധാരം അവിടെ എത്തും. ഓക്കെ. ഈ ആധാരത്തിന്റെ വാല്യൂ വെച്ച് ഗിരി ചോദിച്ച തുക ഇത്തിരി കൂടുതലാണ്. എന്നാലും സാരമില്ല, ഗിരി നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. ആ പരിചയം വെച്ച് ചോദിച്ച പണം തന്നെ തരാം. പിന്നെ പലിശ കൃത്യമായ ഒരു മുടക്കവും കൂടാതെ തന്നെ അടയ്ക്കണം. അതിനൊരു വീഴ്ചയും വരില്ല. എന്നാ കരാർ എഴുതാം. കരാർ എഴുതിക്കും.